മോളിങ് വന്നേ. ഇതേ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തേ. മാമൻ തന്നാന്ന് പറഞ്ഞാ മതി. വിളഞ്ഞ വിത്ത. അവളുടെ അല്ലടാ മോള്. വേലി ചാടുന്ന പശുവിന് മതിൽ ചാടുന്ന കിടാവ്. അമ്മേ, എന്താ മോളെ? മോൾ എന്താ അണക്കുന്നത്? ഓടിയോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാധവൻ ചേട്ടൻ വിളിച്ചു. എന്തിന്? അയാൾ എന്റെ കയ്യിൽ 5 രൂപ എന്നിട്ട് പറയുവാ അമ്മയ്ക്ക് കൊടുക്കാൻ. എന്നിട്ട് ഞാൻ ഏറെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. എന്റെ പൊന്നു മതി. എന്ത് പറഞ്ഞാലും മുതലാളിക്ക് നിന്നെ വലിയ കാര്യമാണ്. 10-20 കൊല്ലമായി ഭാര്യ മരിച്ചിട്ട് ഇതുവരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. നിന്നെ വലിയ ഇഷ്ടമാ. നീ ഒന്ന് മൂളിയാ മാത്രം മതി, പിറ്റേന്ന് കല്യാണമാ. ആരുടെ കല്യാണം മതി? അതോ അതങ്ങ് ദൂരെ ഒരാളുടെയാ. മോള് നടക്കും. സമയമായി. വാ. ഇനി 5 വീട്ടിൽ പാല് കൊടുക്കാനുള്ളതാ. പശുവാണേലൊട്ട് ചുരത്തുന്നതേ ഇല്ല. കുഞ്ഞുകുട്ടിയോടുള്ള വീടാ. കൊടുത്തില്ലേ മഹാപാവമാ. അല്ല, ഇതാരാ നാരായണിയോ? എങ്ങോട്ടാ? വീട്ടിലോട്ടായിരിക്കും. അല്ല, കാറ്റുകൊള്ളാൻ. കാറ്റുകൊള്ളുന്നോ നല്ലതാ, പക്ഷെ കാറ്റ് വീഴ്ച വരാതെ സൂക്ഷിക്കണം. നീ ഒരു പെണ്ണാ ഗോപാലേട്ടാ. ഇങ്ങനെ വെള്ളം ചേർത്താ വെള്ളം ഇറങ്ങാതെ ചാവും. അല്ലെങ്കിൽ ഞാൻ വെള്ളം ഇറങ്ങാതെ ചാവൂ. അതെന്താ? വെള്ളം തരാൻ ആരെങ്കിലും വേണ്ടേ? അതിനൊരു പണിയുണ്ട് ചേട്ടാ. ചാവാന്നിട്ട് കുളത്തിൽ ചാടിയാ മതി. എഴുന്നേറ്റ് നടക്കാൻ ജീവനില്ല പെണ്ണിന്റെ ഒരു നാക്ക്. ഇതിൽ വെള്ളമാണോ? അല്ല. ആഹാ, എന്നാ പോണോ? അയ്യോ, ഇന്ന് 4 വീട്ടിൽ കൊടുത്താ മതി. ഇറങ്ങിയില്ലെങ്കിലോ? മാഷം കളവൻ. കാക്കേ കാക്കേ കൂടെ വീടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റിക്കോ. നമസ്കാരം മുതലാളി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്? എനിക്ക് അപ്പോഴേ അറിയാം മുതലാളി തെറ്റിദ്ധരിക്കുന്നു. സുമതി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ കൊച്ചൊരു സാധനം പഠിക്കൂലെന്ന്. എന്താ 2 വാക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ വെച്ച് വന്നാണ്. നന്നായിട്ട് പഠിക്കണേ. ഒരു സാധനം പഠിക്കില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത
പറയാനോ ആളില്ലാത്തതുകൊണ്ടല്ലേ ഈ എംബോക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മുതലാളി ഇപ്പൊ വന്നില്ലായിരുന്നേ, നിന്റെ സ്ഥിതി എന്തായേനെ? അതെന്താ നീ ആലോചിക്കാത്തെ? അങ്ങേർക്ക് നിന്റെ ജീവനാ. ഇനി നിന്റെ ഇഷ്ടം. ഒരു ചായ. താനാണോ? ആശാനെ, അയാളൊരു പേടിത്തൊണ്ടനാണെന്നാ തോന്നണേ. ആശാൻ തന്നെ അങ്ങ് പോയാൽ മതി. ചായക്ക് മധുരല്ലേ? എന്നാ കാശ്. കഷ്ടമായി പോയല്ലോ, എല്ലാം കിഴപ്പോയി. സാരമില്ല, കുറച്ചുണ്ട്. പിന്നെ ഈ പ്രദേശത്തൊക്കെ വെള്ളമുള്ളതുകൊണ്ട് പേടിക്കാനില്ല. കച്ചവടം നടക്കും. ആരാണ് മനസ്സിലായില്ലല്ലോ? എന്റെ പേര് വാസുന്ന. ഞാൻ ഈ നാട്ടുകാരനല്ല. ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ. മുതലാളി, എന്തു പറ്റി പോലെ? നിന്ന നിൽപ്പിൽ ഉരുണ്ടങ്ങ് വീണു. എന്ത് പറ്റിയെന്ന് അറിയില്ല മുതലാളി. ശരി, കാർക്കത്തി.
ഈ അസുഖം പതിവായി വരാറുള്ളതാണ്. ചോര കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ വരാറുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെങ്ങനെ എത്തി? ഒരു ജോലി അന്വേഷിച്ചു വന്നത്. എന്ത് ജോലി? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പാവമാണെന്ന് തോന്നുന്നു. മുതലാളിയുടെ റാട്ടുപുരയിലെങ്ങാനും. ശരി, തൽക്കാലം റാട്ടുപുരയിൽ നിന്നു ഞാൻ അയച്ചതാണെന്ന് മേസ്റ്റിനോട് പറഞ്ഞാൽ മതി. വളരെ നന്ദി. ഗോപാലിലേക്ക് വന്നേ. എന്താ? ആള് കുഴപ്പക്കാരനാണോടാ? കണ്ടിട്ട് വെള്ളം ചേർക്കാത്ത ആളാണെന്നാ തോന്നുന്നേ. അതുപോട്ടെ, നിന്റെ പാല് മുഴുവൻ വെള്ളമാണെന്നാണല്ലോ അടുക്കളക്കാരൻ പറയുന്നത്. നേരുദോഷം പറയരുതല്ലോ. ഇവിടെ പാല് തന്നതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ചേർക്കാറുള്ളൂ. അടുക്കളക്കാരൻ തമാശ പറഞ്ഞതാ. അവൻ തമാശല്ലേ പറഞ്ഞത്, സത്യമാ. ആ, എന്നാ എന്റെ പശുവിന്റെ കുഴപ്പമാ. അവള് ഫുൾ തണ്ണിയാ, ധാരാളം വെള്ളം കുടി. പിന്നെ നിങ്ങളുടെ ശക്തി മുഴുവൻ ആ റാട്ടിനോട് കാണിക്കണ്ട, സാവധാനം കറക്കാൻ പറ്റും. പുതിയ ആളല്ലേ, സുമുനി ഒന്ന് ശ്രദ്ധിച്ചോണേ. അയ്യോ എനിക്ക് വേണ്ട. അയ്യോ എനിക്ക് പാല് വേണ്ട. നിങ്ങൾക്കല്ല. നിങ്ങൾ പാല് കുടിച്ചാലെന്താ, കുടിച്ചില്ലെങ്കിലെന്താ? സാവിത്രി, നമുക്കിടയിൽ എന്തിനായി ഗോപാലൻ എന്ന കട്ടുറുമ്പ്? എന്ത് ചെയ്യാനാ? പെട്ടുപോയില്ലേ? അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അയ്യോ, മഹാപാപം പറയരുത്. എന്തെന്നെ ആയാലും അങ്ങേരന്റെ കെട്ടിയവനല്ലേ. ഓഹോ, അപ്പോ കാലം നേരം നോക്കി വേണം ഞാൻ ഇങ്ങോട്ട് വരാൻ അല്ലേ? നമുക്കിങ്ങനെ അങ്ങ് കഴിയാം. മറ്റേത് ആപത്താ. അങ്ങേര് ഇവിടെ എങ്ങാനും മൂലയിൽ കഴിഞ്ഞുള്ളൂ. പാൽ പാൽ. എന്താ പുട്ടു തിന്നുന്നേ? ചോറുണ്ടുന്നില്ലേ? രാത്രി ചോറ് തരുന്ന കിടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിടക്കുന്നത് ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ റാട്ടുപുരയിൽ കിടന്നോളാം. എടോ നീ വാടോ. ഇയാള് പുട്ടുണ്ടാക്കുന്ന ഓടക്കൊഴിലാണോ അതോ പുട്ടുകൊഴിലിൽ തന്നെയാണോ? എന്താ കാര്യം? അല്ല, ഇതിന്റെ വണ്ണം കണ്ടോണ്ട് ചോദിച്ചതാ. അല്ല, കൂട്ടുകളിൽ തന്നെ. ആഹാ, ഇയാള് പോ. ഞാൻ പറയാം. എന്റെ ആശാനെ, ഇതുകൊണ്ടാ ഞാൻ പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, മനസ്സിലായോ? ആ, നില്ലളിയാ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അകത്ത ആളുണ്ട്. രംഗ സ്വൽപ്പ അശ്ലീലാത്മകമാ. അഡൽസ് വാളി, നമുക്കൊരു ചായ കുടിക്കാം. നീ അവിടെ ചെന്നിരിക്കും. ആരെങ്കിലും വരുമ്പോ കുരയ്ക്കാനില്ലേ നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു? കുരയ്ക്കടാ, ഉറക്കെ ഉറക്കെ കുരയ്ക്ക്. ടീച്ചർ വന്നു, കോമഡി ടീച്ചർ.
ഇതിനെ പറ്റി മോളെ എന്നാ പുസ്തകം സാരില്ല മോള് പറ്റും അയ്യോ, ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ, ആണുങ്ങൾ കുളിക്കുന്ന അപ്പുറത്താ. ഇവിടെ ആണുങ്ങൾ കുളിച്ചാൽ എന്താ? കുളിച്ചാലൊന്നുമില്ല, പെണ്ണുങ്ങളെല്ലാം ചേർന്ന് പോവും. ഓഹോ, അത്രയേ ഉള്ളൂ. ആ എന്നാലും ഒന്ന് കാണട്ടെ. അയ്യോ വേണ്ട, വെറുതെ എന്തിനാ ആഭാസം എന്ന് പേരെടുക്കുന്നേ? മനുഷ്യനായ ഏതെങ്കിലും പേരെടുക്കണ്ടേ? ഏതായാലും ഈ ആഭാസ് എന്ന പേര് എനിക്ക് വേണ്ട, ഞാൻ മറിയിക്കാം. എവിടെ വീട്? അത് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇവിടെ പരിചയക്കാരെങ്കിലും? ഇതുവരെ ഇല്ലായിരുന്നു. ഇതെന്താ, ഇടിക്കട്ടെയോ? ഇടിക്കട്ടെയല്ല, ഇതെന്റെ ജീവനാണ്. മനസ്സിലായില്ലായിരിക്കും അല്ലേ? രക്തം കണ്ടാൽ എനിക്ക് അപസ്മാരം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ ഇവനാണ് എന്നെ രക്ഷിക്കുന്നത്. തന്റെ വീട്ടിൽ എരുമയുണ്ടോടോ? ആ, ഒരു വെളുത്ത സംസാരിക്കുന്ന എരുമയുണ്ട്. എന്തിനാ? നാളെ തൊട്ട് കുറച്ച് എരുമപ്പാല് വേണം. ആ, എരുമ എന്തിനാ എരുമപ്പാല് കുടിക്കുന്നത്? സമം. താൻ നാളെ ഇങ്ങോട്ട് വാ കേട്ടോ, വെച്ചിട്ടുണ്ട്. ഓ, പാൽ മോനെ, പാല് വന്നു. താൻ ഇന്നലെ തന്ന പാലിൽ തവളക്കുഞ്ഞുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? താനല്ലേ പാല് തന്നത്? എടാ, മുനിസിപ്പാലിറ്റിക്കാർ തരുന്ന വെള്ളത്തിൽ തവള കുഞ്ഞല്ല, പിന്നെ ആന കുഞ്ഞ് കിടക്കും. തോട്ടിലെ വെള്ളം ഒഴിച്ചാൽ പറയും മീൻ കുഞ്ഞ് കിടക്കണം, പൈപ്പിലെ വെള്ളം ഒഴിച്ചാൽ പറയും തവള കുഞ്ഞ് കിടക്കണം. ഇനി ഞാൻ എന്തോ വെള്ളം ഒഴിക്കാനാ? മഴ വെള്ളം ഒഴിക്കാം. മാധവൻ ചേട്ടൻ വിളിക്കുന്നു. മാധവൻ ചേട്ടൻ ആരാത്? കൊള്ളാം. താൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? മാധവൻ ചേട്ടൻ അറിയാത്തവർ ഈ ഭൂമി മലയാളത്തിലില്ല. അദ്ദേഹം ആള് മഹാപെശക. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. എന്തിന്? വന്ന് കാല് പിടിക്ക്. കരഞ്ഞു പറഞ്ഞ ഒരു പക്ഷെ ക്ഷമിക്കുന്നു വരും. ആളിച്ചപ്രസാദ്യ. വാക്കിട്ട് ജോലി ചെയ്യും. ജോലി ചെയ്തില്ലേ മേസ്തിരി വഴക്ക് പറയും. എടോ, താൻ പോയി പറ, ഇപ്പൊ വരുന്നില്ലെന്ന്. മുതലാളി ഇല്ലാത്തപ്പോ അധികാരം മുഴുവൻ സുമതിക്കായിരിക്കും. എന്നോട് പോരെന്ന് പറഞ്ഞ എന്തിനാ? അവര് വിളിച്ചത് വഴക്കിടാനാ. തനി ചട്ടമ്പികളാവുമാര്. വാസു ഇവിടെ പുതിയ ആളല്ലേ, ആരും അറിയത്തുമില്ല. എന്താടാ ഇപ്പൊ സൗകര്യപ്പെടില്ലെന്ന് ആ സുമതിയെ പറയാൻ പറഞ്ഞു. ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ കുറച്ച് കൂട്ടിയും പറഞ്ഞു. എന്നിട്ട് പക്ഷെ അവനൊരു പുഴു പോലെ കരുതി. അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പൊന്നാശാനെ, ഇപ്പൊ പോകണ്ട, മുതലാളി അവിടെ ഉണ്ട്. സാവിത്രി, ആഹാ, എങ്ങോട്ടാ കാലത്തെ ചമഞ്ഞൊരുങ്ങി? പെണ്ണ് കാണാൻ പോവാണോ? പിന്നെ പോലെ ഒരു പെണ്ണിന്റെ ഓർമ്മ മനസ്സിലുള്ളപ്പോഴോ? അല്ല, ഒരുക്കം കണ്ടോണ്ട് ചോദിച്ചതാ. ഒരിടം വരെ ഒന്ന് പോണം.
ഒരു പശുവിനെ നോക്കി വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ പടി വരെ പോയിട്ട് തിരിച്ചു വാ. ഭ്രാന്തം തുടങ്ങിയോ? ഇപ്പോഴില്ല, ഇനി വരുമോന്നും അറിയില്ല. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ നിന്നെ ശകുനം കൊണ്ടോണ്ട് പോന്ന് വിചാരിച്ച. ഓ പിന്നെ ഇരട്ട ബ്രാഹ്മണനെയും വേശ്യയും ശകുനം കാണുന്നത് നല്ലതാണ്. തോയാസം പറഞ്ഞാലുണ്ടല്ലോ. സത്യത്തിന്റെ നേരെ ആട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല പെണ്ണെ. ദേഷ്യം വരുമ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ. കാന്താരി മുളകിന്റെ നിറം ചുവപ്പാണല്ലോ. ഉച്ച വിട്ടുമോളെ. തോമാ, ആ സുമതിയെ ഞാൻ എടുക്കൂടാ. അവക്ക് കേവലോടാ താല്പര്യം. ആ കിഴവനൊട്ട് തിന്നയില്ല, അത് തിന്നാൻ വരുന്നവർക്ക് തീറ്റിക്കയില്ല. ആശാനെ, അപ്പോൾ ആ സാവിത്രിയുടെ കാര്യം അതൊരു പഴയ ചക്കട കാറിലിടാ. ഇതൊരു കൊച്ചു പുത്തൻ തിയേറ്റർ. എനിക്കാൻ എന്ത് രസമാണ്. അച്ഛൻ ആ വാസു ഇപ്പൊ സുമതിയുടെ കൂടെയാണെന്നുള്ള കേട്ടത്. അവനെ അടുത്തോളാം. ആശാനെ, എന്റെ തല, അയ്യോ എന്റെ തല കാണാനില്ല ആശാനെ. എന്ത് തല കാണാനില്ല. നിന്റെ തലക്കൊന്നും പറ്റിയില്ല, അയ്യോ അതവിടെ തന്നെ ഉണ്ട്. അയ്യോ പിന്നെ തലക്കകത്താണൊന്നും ഇല്ലാത്തത്. ഏതൊരു വേണ അയ്യോ ആശാനെ, ഞാൻ അയ്യോ വെള്ളം. പ്രാമിക്കുമോളെ. മോടെ പേര്? മോടെ അച്ഛനെവിടെ ജോലി? ബിന്ദു, ഇവിടെ വാ. വാസു ജോലി ഇതാണ്. ഇവിടെ ഉള്ളവരുടെ കുടുംബകാര്യം ഒന്നും അന്വേഷിക്കാം. മനസ്സിലായല്ലോ? എന്നത്തേക്കോ? ശരി മലയാളി. നാരായണ ചേച്ചിക്ക് സുഖമില്ല മോളെ, മരുന്ന് വാങ്ങിക്കാൻ പോയി. ഇന്നെന്താ ഒറ്റയ്ക്ക്? കൂട്ടുകാരോടെ പോയി ചോദിച്ചു കേട്ടില്ലേ? ഓഹോ, വായ തുറന്ന മുത്ത് താഴെ പോയിരിക്കും. നോക്കി പിടിപ്പിക്കണം. ആ കിഴവന്റെ മുമ്പിൽ പൊഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. ക്ഷണിപ്പേ കൊച്ചേ, ഞാനൊരാണാ. ഇങ്ങനെ പോയാലോ? പഴയത് മാറി നിൽക്കും. വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നല്ല പുരുഷൻ. നടക്കും. നടക്കും. ഞാൻ പോട്ടെ.
ചായക്ക് മധുരമില്ലല്ലോ. വേറെ ചായ. സുമതി, ചായക്കട വെച്ച് വാസും മാവേനും തമ്മിൽ മുട്ട അടി നടക്കുന്നു. വാസുവേട്ടൻ എന്തിനാ അവരോട് വഴക്കുണ്ടാക്കാൻ പോയത്? എന്നിട്ട് എന്ത് പറ്റി? എന്നാലും വാസുവേട്ടൻ ഒറ്റയ്ക്ക്. സാരമില്ല, സൂട് വയ്ക്കും. ഏതായാലും ഇനിയിപ്പോ വാസം അങ്ങോട്ട് പോകണ്ട. അത് ശരി, വാ നമുക്ക് പോവാം. ഞാൻ പോകും. ശരി. മാമ അമ്മ, അയ്യേ, ഈ മാമന്റെ ഉടുപ്പ് മുഴുവൻ തെളിയാ. ഞാൻ നനച്ചു തരാം. സുമതി, നേരെ ഒരുപാടായി. ഞാൻ പോട്ടെ. ആ കാലന്മാര് രാത്രിയിൽ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമോ എന്തോ. എനിക്ക് പേടിയാ. ഓഹോ, നിങ്ങൾ വാതിലടച്ച് കുറ്റിട്ട് കിടന്നോളൂ. ഞാൻ ഈ തിണ്ണയിലുണ്ടാവും. അത് പേടിക്കണ്ട, നിങ്ങൾ പോയി കിടന്നോളൂ. മാമൻ രാത്രി എണീറ്റ് പോകുമോ? ഇല്ല മോളെ. എന്നാ വാസുവേട്ടൻ ഊണ് കഴിക്കും. വേണ്ട, വിശപ്പില്ല. നിങ്ങൾ ഉള്ളിച്ച് കിടന്നോളൂ. ശരി, ഞാൻ പായെടുത്തോണ്ട് വരാം. നല്ല ആളാ, പറയാതെ എണീറ്റ് പോകുന്നില്ലേ. ഞാൻ കാപ്പി കൊണ്ട് വന്നപ്പോ ആളില്ല. ബിന്ദുമോൾ അവിടെ എല്ലാം തിരക്കി നടക്കുന്നുണ്ടോ? വാസു, കയറ് പൊട്ടിക്കല്ലേ. വാസുവിനെ മുതലാളി വിളിക്കുന്നു.
മുതലാളി എന്നെ വിളിച്ചത്? വാസു ഇന്നലെ റാട്ടുപുരയിലല്ലേ കിടന്നത്? അല്ല, പിന്നെ എവിടെയായിരുന്നു? സുമതിയുടെ വീടിന്റെ തിണ്ണയിൽ. വാസുപുരി. ഓ, എന്തു പറ്റി? മുഖത്തൊരു പാട്. ഇന്നലെ ഒന്ന് വീണു. ദേ, എന്നെ വിളിക്കൊന്നും വേണ്ട. ഇന്നലെ ചായക്കടയിൽ തല്ലുണ്ടാക്കിയിട്ടല്ലേ? ആരുമായിട്ടാ തല്ലുണ്ടാക്കിയത്? ഒരുത്തരം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട്. ആ റാട്ടുപുരയിലെ ജോലി. അവനെ ഇവിടുത്തെ രാജാവാകാൻ നോക്കിയ. എന്നാലും നിങ്ങൾ 2-3 പേരെ ഒറ്റയ്ക്ക് തല്ലി ഓടിച്ചപ്പോ എന്തായിരിക്കും അവന്റെ കരുത്ത്? എനിക്ക് അയാളെ ഒന്ന് കാണണം. താമസിയാതെ കാണിച്ചു തരാം. അവനെയല്ല, അവന്റെ ശവത്തെ. വാശിയുണ്ട്. മാമ വീട്ടിലേക്ക് വരുന്നില്ലേ? മാമ വരുന്നു. വന്നാലേ ഞാൻ ചോറുന്നു. മോള് പൊക്കം, മാമ വരാം. എടി പെണ്ണെ, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. മര്യാദയ്ക്ക് ചോറിനടി. ഞാൻ ഒന്നുമില്ല. ഞാൻ മാമനെ വിളിച്ചപ്പോ അമ്മയും വിളിച്ചിരുന്നേ മാമൻ വന്നേനെ. അങ്ങേര് നിന്റെ ആരാ? മാമൻ. ഹായ്, മാമ വന്നു, മാമ വന്നു. വാസോട്ടം വരാൻ കാത്തിരിക്കുകയായിരുന്നു. മോളി ചോറുണ്ണേ. മോളുണ്ടോളൂ, മാമ ഊണ് കഴിച്ചിട്ടാ വന്നത്. പറ്റില്ല, മാമനുണ്ടല്ലേ ഞാനും ഉണ്ണു. ഈ പെണ്ണ് വലിയ വാശിക്കാരിയാ. അല്പം ഉണ്ടോളൂ വാസോട്ട. ഓഹോ. മോൾ ആദ്യം ഉണ്ട്, എന്നിട്ട് മാമ ഉണ്ട്. ഇന്നാ പാല്. വാസു എന്നല്ലേ പേര്? അതെ. എന്നെ അറിയാമോ? ഉം. ഞാൻ ഗോപാലന്റെ ഭാര്യയാണ്. ഓഹോ. വാസുവേട്ടൻ എന്താ വീട്ടിലേക്കൊന്ന് വരാഞ്ഞത്? ആ, വരാം. നിൽക്കൂ. എന്താ അത്ര ധൃതി? എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എനിക്കിഷ്ടമായി. ഇന്ന് വൈകിട്ട് ഞാൻ കാത്തിരിക്കാം. നിനക്ക് ആളെ തെറ്റി. ഗോപാലൻ നല്ലവനായിപ്പോയി. അല്ലെങ്കിൽ അടിച്ചിന്റെ കരം വിട്ട് പിടിച്ചേന. 2 2 4 4 2 6. മോളെ, മാമന്റെ ഷർട്ട് എവിടെ? അമ്മ അലക്കുന്നു. മാമന് കടമതി അറിയാവോ? ഇല്ലല്ലോ മോളെ. അയ്യേ, ഇത്ര വലിയ ആളായിട്ട് അറിഞ്ഞൂടെ? ശരി, മോള് ചോദിക്ക്, മാമൻ പറയാൻ നോക്കട്ടെ. നെറ്റില്ല, വട്ടയില്ല. എന്താ? എന്റെ തല. അയ്യേ, മാമൻ തോറ്റേ. പപ്പടം. അമ്മ കറമ്പി, മോള് വിളുമ്പി, മോടെ മോളൊരു സുന്ദരിക്കോത. ചോണേന്റെ പറ. ആ, അത് എന്റെ അമ്മ. എന്താ വാസു, കായൽ വിലയ്ക്ക് വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഗോപാലനെന്താ പതിവില്ലാതെ ഈ സമയത്ത് പാൽ കൊടുക്കാനൊന്നും പോയില്ലേ? ഞാനൊരു കാര്യം പറയാനാ വന്നത്.
വാസു സുമതിയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? വാസുവിന് സുമതിയെ കല്യാണം കഴിച്ചൂടെ? ഒരു കുട്ടി അവൾക്കുണ്ടെന്നുള്ള സത്യമാണ്. എങ്കിലും അവൾ നല്ലവളാണ്. മാമനെന്താ വെറുതെ ചിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, കൂട്ടാന് എരിവ് കൂടുതലാ. എരിവ് കൂടിയോ എല്ലാരും ചിരിക്കുകയോ ചെയ്യോ? കരയല്ലേ? മോള് ചോറുണ്ടോ? അതുകൊണ്ട്
ഇതാണ് നമ്മുടെ വാട്ടുപുര. വേറെ നല്ല ബിസിനസ്സുകൾ ഉള്ളപ്പോൾ അച്ഛൻ ഇതിനെ കയറുപിരി നടത്തുന്നത്? മോനെ, ഇന്ന് നമുക്കുള്ള വമ്പിച്ച സ്വത്തിന്റെ അസ്ഥിവാരം ഈ തൊണ്ടും കയറുമാണ്. എന്നാലും ഒന്ന് പരിഷ്കരിച്ചുകൂടെ? രമേശ്, ഇടയ്ക്ക് നിന്നതുകൊണ്ട് കയറ് പൊട്ടിപ്പോയത്. അതാണ് നമ്മൾ പുതുതായി വാങ്ങിയ സ്ഥലം. അവിടെ എന്റെ പുതിയ മെഷീൻ ഇട്ടിട്ടുണ്ട്. 57 പേര്. മോനെ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. യാത്രാക്ഷീണമായിരിക്കും. വാ. വാസു, വൈകുന്നേരം വീട് വരെന്ന് വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി മലയാളി. ആ, ഇതാണ് എന്റെ മകൻ രമേശ്. ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. അമ്മേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വാസുവിനോട് വരാൻ പറഞ്ഞത്. എന്താ കാര്യം മുതലാളി? വാസു ഒറ്റയ്ക്കല്ലേ? നീ ആ സുമതിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവൾക്കൊരു സഹായമായിരിക്കും. വാസു എന്താ ഒന്നും മിണ്ടാത്തത്? പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിഷമിക്കണ്ട. എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അത് ഞാൻ ആലോചിച്ച് പറയാം മുതലാളി. രമേശ് പൊയ്ക്കോളൂ. ബിന്ദു രമേശിന്റെ കുഞ്ഞു തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവളെ കാണണ്ട. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ സ്മൃതി. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് എന്നോട് അല്പമെങ്കിലും സഹതാപം കാണിച്ചുകൂടെ? രമേശ് സഹതാപം അർഹിക്കുന്നില്ല. അന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് മധുരമായിരുന്നു. ചെയ്തതോ നിങ്ങൾക്ക് പിശാചിന്റെ മനസ്സാണ്. സുമതിയുടെ വാക്കുകൾ കുത്തിക്കയറുന്ന എന്റെ ഹൃദയത്തെയാണ്. ഹും, രമേശിന് ഹൃദയമുണ്ടോ? സുമതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തെറ്റെന്റേതാണല്ലോ. പക്ഷെ ഇനിയെങ്കിലും സുമതിയും കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ. സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ കാണണമെന്ന് 7 കൊല്ലം വരെ തോന്നിയില്ലല്ലോ. സുമതി, പ്ലീസ്. കോളേജിൽ പഠിച്ച് ഞാനിന്ന് ജീവിക്കാൻ കയറുപിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച ബിന്ദുവിനെ നോക്കി ഞാൻ പൊട്ടിക്കരയാറുണ്ട്. രമേശിനറിയാമോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഉപദ്രവിക്കാതെ പോകൂ, ദയവ് ചെയ്ത് പോകൂ. മുതലാളി എന്തിനാ വിളിപ്പിച്ചത്? ഒരു കല്യാണക്കാര്യം പറയാം. ആരുടെ? നിന്റെ. എന്റെയോ? അതെ. ആരുമായിട്ട്? അത് പറയാറായിട്ടില്ല.
എന്തോ മോളി വന്നേ. എന്തിനാ? ആ ഒരു കാര്യം പറയാനാ. ഇപ്പൊ പറയണ്ട. അയ്യോ എന്റെ പൊന്നാശാന്, ആ കാര്യം അങ്ങ് വീട്. ആ വാസു മഹാപെശക. പേടിയാവുന്നു. പേടിയാ എനിക്കാ? അത് കൊള്ളാം. ദൈവം നമ്പറ എനിക്ക് 2 കാലം, അതിന് നല്ല ആരോഗ്യമുണ്ട്. എന്തിനാണ്? ഓടാൻ അസലായിട്ട് ഓടും. ധർമ്മ, നീ കണ്ടോ അവന്റെ കുടല് ഞാൻ എടുക്കും. ആശാന് കുടൽമാലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം വല്ല ആടിന്റെയും കുടൽമാല. ഇന്ന മോളെ ചോക്ലേറ്റ്. എനിക്ക് വേണ്ട. എന്താ? വാസുവാവിന്റെ എന്നാലേ ഞാൻ വാങ്ങിക്കൂ. അപ്പോ ഞാൻ തന്നെ വാങ്ങിക്കില്ലല്ലേ? മോൾ സ്കൂളിലേക്കല്ലേ? ഞാൻ കാറി കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. എന്നാലും എന്നോട് ഇത്ര ക്രൂരത കാണിക്കരുത് സുമതി. ഞാൻ കൊടുത്ത ചോക്ലേറ്റ് പോലും ബിന്ദു വാങ്ങിയില്ല. അവള് ചോക്ലേറ്റ് നിന്നല്ല വളർന്നത്, കഞ്ഞി കുടിച്ചാണ്. ചോക്ലേറ്റ് നിങ്ങളെപ്പോലെ പണക്കാർക്കുള്ളതാണ്. അപ്പോ വാസു പാവപ്പെട്ടാനായിരിക്കും. അതെ, ആരാണ് അയാൾ? അറിയില്ല, പക്ഷേ ഇവിടെയാണ് താമസം. സുമതിയുമായുള്ള ബന്ധം പറയാറായിട്ടില്ല. മിണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. എന്നോട് പിണക്കമാണ്. പിണങ്ങാനും ഞാനാരാ? വാസേട്ടാ, ജോലി ഇല്ലെങ്കിൽ വൈകുന്നേരം മേസ്ത്രി വഴക്ക് പറയും. നീ വന്നാൽ ഉടനെ വിവാഹം നടത്താമെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തു കഴിഞ്ഞു. നിന്റെ മൗനം എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി തുളസി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ല. എന്ത് പറഞ്ഞിരുന്നില്ലെന്നോ? എന്ന് വെച്ചാൽ രമേശ്, നിനക്ക് വേണ്ടി ചെയ്യാവുന്നിടത്തോളം ത്യാഗം ചെയ്തവനാണ് ഞാൻ. അച്ഛൻ പറഞ്ഞ സത്യമാണ്. അച്ഛൻ്റെ എല്ലാമാണ്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നീയാണ്. അച്ഛനെ വേദനിപ്പിക്കരുത്. നീ വേദനിക്കാതിരിക്കാനാണ് മോനെ ഈ അച്ഛൻ ജീവിക്കുന്നത് തന്നെ. എനിക്കൊന്നേ അറിയണ്ടു, നീ തുളസി വിവാഹം കഴിക്കുമോ ഇല്ലയോ? അത് പറയാറായിട്ടില്ല. സാവിത്രി, ഒരു ഗ്ലാസ് ഇങ്ങെടുത്തേ. വാസു, വാസു, വാസു എന്നും ഇവിടെയാണ് കിടക്കുന്നത്? അല്ല, വാസു പോകൂ. എന്നും കിടക്കുന്നിടത്തേ കിടക്കൂ. വേണമെന്നില്ല. വാസു, ഇത് കയറുപുരയാണ്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി, എല്ലാം നീറി ചാമ്പലാകും. ചകിരി മാത്രമല്ല, മനസ്സ്. വാസു, മനസ്സിനെ നീറ്റിക്കുന്നത് തീപ്പൊരിയല്ല, സംശയമാണ്. എന്നെ ഒരു സ്നേഹിതനായി കണക്കാക്കിയാൽ മതി. വാസു പോകൂ.
വാസുവേട്ട, ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. സുമതി കിടന്നുറങ്ങിക്കോളൂ. ഇരിക്കൂ ധർമ്മൻ ചേട്ടാ, ഇരിക്കൂ. ആ താഴെ. പിന്നെ ഇത് മാധവൻ ചേട്ടന്റെ ബനിയനാ? മാധവൻ ചേട്ടനും ഞാനും ഒന്നല്ലേ? ധർമ്മ ക്ഷീണിച്ചു പോയോ? ധർമ്മം പോയി ചായ കുടിച്ചോ. അതിന് ഞാൻ പോയി ചായ കുടിക്കാനോ? ആ ഇത് ആരുടെ ബനിയനാന്നറിയാമോ? മാധവൻ ചേട്ടന്റെ. പട്ടി. സന്തോഷം സന്തോഷം. ചവിട്ടികളിങ്ങനെ. മൂക്കിന്റെ ദേഷ്യമാണോ? ഇഷ്ടമാണോ? എന്താ ഇഷ്ടമില്ലാത്തത്? എനിക്ക് വാസുമാമനെ ഇഷ്ടം. എനിക്ക് വീട്ടിൽ പോകണം. വരൂ. കൊച്ചു മുതലാളി ആള് കൊള്ളാമല്ലോ. ചെറിയ മീനിനെ ഇട്ട് വലിയ മീനിനെ പിടിക്കാം. പരിപാടി കൊള്ളാം, ഇല്ലടാ വർമ്മ? സ്വയംഭം സാധന കൊച്ചുമുതലാളി വിടണ്ട. പക്ഷെ ഒരു കാര്യം, വലിയ മുതലാളി കുറെ കയറി ഇറങ്ങിയതാ. കൊച്ചു മുതലാളി പിടിക്കുന്നു. കൊള്ളാം, കൊച്ചു മുതലാളിക്ക് തല്ലാൻ അറിയാം. പാവം അറിയാതെ ചെയ്തായിരിക്കും. നമ്മുടെ കളി പോ. Good. Very good. അല്ലേ? അയ്യോ, വലിയ സംശയമുണ്ടോ?
ഞാൻ വാസുവിൽ നിന്നും ഈ ഉപകാരം പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കാറില്ലല്ലോ. നിൽക്കൂ. വളരെ നന്ദി. നീ എന്തിനാ മാധവ നിന്ന് കരയുന്നത്? എന്തിനാ കരയുന്നതെന്ന് നിന്ന് മൂങ്ങാ കാര്യം പറ. മുതലാളി, ഈ തറവാടിന്റെ പേരെന്താണ്? ഇല്ലിക്ക് തറവാട് ആണല്ല, ഞാൻ പോണ്. മാധവ. മുതലാളി ഇവിടുത്തെ ആരാ? ഇല്ലിക്കൽ തറവാട്ടിലെ മുതലാളി. ഈ തറവാടിന് ഒരു ചീത്തപ്പേരുണ്ടാവുന്ന കാര്യം ഓർക്കുമ്പോൾ എന്നെ ചങ്ക പൊട്ടിയാണ് മുതലാളി. നീ കാര്യം പറ മാധവ. ഇല്ല മുതലാളി, ഇല്ല. മാധവ, എന്നാ പറയാം മുതലാളി, പറയാം. ദൈവം പോലും അറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച പിഴച്ച പെണ്ണാണ് ആ സുമതി. ഇതാണോ കാര്യം? ഇതാണോ കാര്യമെന്നാ? മുതലാളി, കൊച്ചു മുതലാളി ഇപ്പൊ എപ്പോ നോക്കിയാലും അവിടെ തന്നെയാണ്. അനാവശ്യം പറയുന്നു മുതലാളി. ഇത് മാധവൻ കണ്ണുകൊണ്ട് കണ്ടതാണ് മുതലാളി. ഈ തറവാടിനാണ് സത്യം, മുതലാളിയാണ് സത്യം, എന്തിന് കൊച്ചു മുതലാളിയാണ് സത്യം. മാധവൻ പറയാനുള്ളത് പറഞ്ഞു. മുതലാളി, ഞാനന്ന് സുമതിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് നിന്നോട് സംസാരിച്ചിരുന്നു. നീ എന്ത് തീരുമാനിച്ചു? വാസു എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടൊന്നും തോന്നരുത്. മുതലാളിക്ക് ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യം തോന്നാൻ കാരണമുണ്ട്. സുമതിയെ എനിക്കിഷ്ടമാണ്, മകളെപ്പോലെ. 5 വർഷം മുമ്പ് ജോലിക്ക് വേണ്ടി ഒരു കൈക്കുഞ്ഞുമായി എന്നെ സമീപിച്ച അവളിൽ ഞാൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു മകളെ കണ്ടെത്തി. അവളെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്കവളെ സ്വീകരിച്ചുകൂടെ? കൊച്ചു മുതലാളിയും കൂടി ഒന്ന് ചോദിച്ചേക്കും. ഇതെന്ത് കൂത്താ? അല്ല, നിന്റെ ശരീരത്തിൽ തുണിയുണ്ടോന്ന് ഞാൻ തപ്പി നോക്കുകയായിരുന്നു. സർപ്പയജ്ഞക്കാരുടെ കണ്ണാടി കൂടിനേക്കാൾ കഷ്ടമാണല്ലോടി സാവിത്രി നിന്റെ ഈ ബ്ലൗസ്. പിന്നെ ഞാൻ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത് കൊണ്ടുള്ള അസൂയ അല്ലേ? ഞാൻ അസൂയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലായിരുന്നേനെ, കൊലക്കുറ്റത്തിന്. നിങ്ങളുടെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. ഞാൻ പാലി വെള്ളം ചേർക്കുന്നു, നീ ജീവിതത്തിലും സമാസമം. വാസുവേട്ടൻ എവിടെ പോയിരുന്നു? മുതലാളി വിളിപ്പിച്ചിരുന്നു. എന്തിന്? മുതലാളിയുടെ അഭിപ്രായം ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നാണ്. എന്നിട്ട് വാസുവേട്ടൻ എന്ത് പറഞ്ഞു? കൊച്ചു മുതലാളിയുടെ മുമ്പ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു.
ജീവികളറിയുന്നില്ല. കരകൾ തകർത്തും ഗതികൾ മറന്നും ഒഴുകുകയല്ലോ ഇതിലേ 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 ജീവിതമേ നീലക്കയങ്ങൾ ജീവികളറിയുന്നില്ല. കരകൾ തകർത്തും ഗതികൾ മറന്നും ഒഴുകുകയല്ലോ ഇതിലേ 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 ജീവിതമേ. കുറച്ചു നേരം ഒരുമിച്ചൊഴുകും, ഇടയ്ക്കു പിന്നെ പല വഴിയാകും. കുറച്ചു നേരം ഒരുമിച്ചൊഴുകും, ഇടയ്ക്കു പിന്നെ പല വഴിയാകും. മോഹിതരാകും കാമിതരാകും, രതിസങ്കേതം തിരയും. ജീവികൾ പാവം ജീവികൾ, ജീവിതമേ പിരിഞ്ഞു പോകും വീണ്ടും ചേരും, തുടർന്നു നീളും കഥകളുമായി. പിരിഞ്ഞു പോകും വീണ്ടും ചേരും, തുടർന്നു നീളും കഥകളുമായി. ആശകൾ വിൽക്കും ചതികൾ കൊള്ളും, പല വർണ്ണങ്ങൾ അണിയും. ജീവികൾ പാവം ജീവികൾ, ജീവിതമേ നീലക്കയങ്ങൾ ജീവികളറിയുന്നില്ല. കരകൾ തകർത്തും ഗതികൾ മറന്നും ഒഴുകുകയല്ലോ ഇതിലേ 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 ജീവിതമേ. അയ്യോ, വാസു വാസു. വാസുവേട്ടൻ വെളിയിൽ പോയിരിക്കുക. എന്നാ ഞാൻ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഗോപാലേട്ടാ. അത് ചുമ്മാതാ, നിന്റെ മുഖം കണ്ടാലറിയാം. നിന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇവിടെ ഒന്നിരിക്കും, ഞാനൊരു തമാശ പറയാം. തമാശ പറഞ്ഞാൽ സങ്കടം മാറുമോ? എനിക്കങ്ങനെയാ. ചങ്ക് പൊട്ടാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും തമാശ ഓർക്കും, എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കും. നീ എന്തിനാ കുട്ടി വിഷമിക്കുന്നേ? വാസു നല്ലവനാണ്, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്തോന്ന് പക്ഷേ, നല്ലത് നല്ലതിനോട് ചേർന്നാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. ഒരു മഠയനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മാവനും തുളസിയും മറ്റന്നാൾ ഇവിടെ വരും. ഒന്നുകിൽ ഞാൻ ഈ വിവാഹം ഉറപ്പിക്കും, അല്ലെങ്കിൽ
ഗോപാല, നീ എന്തിനാ കരയുന്നത്? എന്ത് പറ്റിയെന്ന് പറ. വാസുവിന് സ്വന്തമായ വയലിൽ അന്യനൊരുത്തൻ ബലാത്കാരമായി കൃഷി ചെയ്താൽ വാസു എന്ത് ചെയ്യും? അടിച്ചാണ്ട് കരണം വിട്ടു പറ്റി. എനിക്ക് അതിന് പോലും സാധിക്കുന്നില്ലല്ലോ വാസു. സുമതി, സുമതി, നീ ജോലിക്ക് വരുന്നില്ലേ? ഇല്ല, എന്ത് പറ്റി? എനിക്ക് നല്ല സുഖമില്ല. നീ പൊയ്ക്കോ. എന്നാൽ ഞാൻ പോട്ടെ. മക്കളെ, നമുക്ക് പറ്റിയതല്ല. മോളെ, ബിന്ദു, മോള് വീട്ടിൽ പോ. എന്തിനാ സുമതി അവളെ പറഞ്ഞയച്ചത്? നിങ്ങളുടെ നിഴൽ പോലും അവളിൽ പതിയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്ത പാവം അത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. മനസ്സിലായി സുമതി. അച്ഛൻ എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. വളരെ നല്ലത്. എന്റെ ആശംസകൾ. അപ്പോൾ ബിന്ദു? ബിന്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത്രയും കാലം നിങ്ങൾ നോക്കിയിട്ടല്ലല്ലോ അവൾ വളർന്നത്. എന്നെ മനസ്സിലാക്കൂ സുമതി. രമേശ്, എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി എന്നെ കാണാൻ വരരുത്. ഞാനും കുഞ്ഞും ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മോളെ, മോളിങ് വന്നേ. മോൾ എന്റെ കൂടെ വരുന്നോ? എന്തിനാ മുതലാളി? മുതലാളിയോ? മോൾ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാ മതി. അതെങ്ങനാ? അതങ്ങനെയാ. മോള് കയറ. അമ്മയടുത്ത് അപ്പൂപ്പൻ പറഞ്ഞോളാ. മോൾക്ക് അമ്മയെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനെയോ? അതിന് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടാലും വേണ്ട, അച്ഛൻ ചീത്തയാ.
രണ്ടു ദിവസമായി വാസുവേട്ടൻ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. പറയൂ വാസുവേട്ട, ഇത്രയും വലിയ തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? തെറ്റെന്റേതാണ്. ഞാൻ ഈ കരയിൽ വരരുതായിരുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. വാസുവേട്ട, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. സ്വന്തം നാട് ഏതെന്ന് പോലും അറിയാത്ത ഒരൊറ്റയ. വാസുവേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനെല്ലാം തുറന്നു പറയാം. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിക്കും. മോളെ, നീ എങ്ങനെ വന്നു? ഞാൻ പറയാ. പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് ഇവളെങ്ങനെ നിന്റെ മകളായി എന്ന് എന്നോട് പറയണം. നിന്റെ മൗനത്തിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ മകൻ ഒരു ഭീരുവാകുന്നത് എനിക്കിഷ്ടമല്ല. സത്യം പറ, ഇവൾ നിന്റെ മകളല്ലേ? അതെ. അച്ഛൻ ക്ഷമിക്കണം. ഞാനെല്ലാം പറയാം. ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി ടൗണിൽ താമസിക്കുന്ന കാലത്താണ് Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him, not to praise him, the evil that men do. ചേച്ചി, ചേച്ചിക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? ആ ആയി. Good morning. എന്താ ലേറ്റ്? സുമതിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി. അല്ല, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഞാൻ പോയില്ല. മഹാ ബോറാണെന്ന്. ആ, പിന്നൊരു കാര്യം, സരള ഇന്ന് ഓഫീസിൽ പോകണ്ട. ഒരു പിക്ചറിന് പോവാം. അയ്യോ, ഞാനില്ല. പറ്റില്ല, വന്നേ മതിയാകും. ആരെങ്കിലും കാണും. കാണട്ടെ. എന്നായാലും കാണേണ്ടതല്ലേ.
ഈ കണ്ണുകളാണ് എന്നെ ആകർഷിച്ചത്. വാചാലമായ കണ്ണുകൾ. പിന്നെ സത്യമാണ്. ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനെല്ലാം മറക്കുന്നു. എല്ലാം എല്ലാം. എന്നെയും. നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല. രമേശ്, ഞാൻ പാവമാണ്. എന്റെ അനിയത്തെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത്. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. പക്ഷേ എന്ത് പക്ഷേ? ശരളെ, എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമെങ്കിൽ അത് നീ മാത്രമായിരിക്കും. നീ മാത്രം. ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. എന്നെ സംരക്ഷിക്കേണ്ടവളാണെന്ന കാര്യം പോലും മറന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അച്ഛനും അമ്മയില്ലാത്ത എന്നെ സംരക്ഷിക്കേണ്ടത് ചേച്ചി ജോലിയെടുത്താണ്. പക്ഷെ ചേച്ചിയുടെ ഈ പോക്ക് നാശത്തിലേക്കാണ്. ഇല്ല സുമതി, രമേശ് എന്നെ ചതിക്കില്ല. അദ്ദേഹം എന്നെ തീർച്ചയായും വിവാഹം കഴിക്കും. സരള ഗർഭിണിയായി. ഒരു ദിവസം അവളും സുമതിയും കൂടി എന്റെ മുറിയിൽ വന്നു. എന്റെ ചേച്ചി ഗർഭിണിയാണ്. രമേശിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അതിന് ഉത്തരവാദി ഞാനാണ്. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. സരളെ ഞാൻ വിവാഹം കഴിക്കും. ധൈര്യമായി പോകൂ. ഞാൻ ഇന്ന് എന്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കാം. എന്നിട്ട് എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല? പലതവണ ഞാൻ ഒരുങ്ങി. എനിക്ക് പേടിയായിരുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ നാട് വിട്ടു. ആ പാവം പെൺകുട്ടിക്ക് എന്ത് പറ്റിയടാ? അപവാദം ഭയന്ന് ഗർഭിണിയായി ചേച്ചിയും ഞാനും അന്ന് നാട് വിട്ടു. ബിന്ദുവിനെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി മരിച്ചുപോയി. അവളെ വളർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിലെത്തി. ഇതാണ് സംഭവിച്ചത്. എന്റെ തെറ്റ് എനിക്ക് തിരുത്തണം. ബിന്ദു എന്റെ മോളാണ്. അവളെ എനിക്ക് വേണം. ബിന്ദുവിന് വേണ്ടി ഞാൻ സുമതി വിവാഹം കഴിക്കും. സുമതി, ഞാൻ മുതലാളിയെ കാണാൻ പോവാണ്. എന്തിന്? നമ്മുടെ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. അത് പറയാറായോ വാസേട്ടാ? മുതലാളി, എന്താ വാസു? ഞാൻ എന്റെ സമ്മതം വന്നാണ്. എന്തിന്? സുമതിയെ കല്യാണം കഴിക്കാൻ. മുതലാളി ഒന്നും പറഞ്ഞില്ല. വാസു ആരാണെന്ന് പോലും അറിയാതെ ഒരിക്കൽ നിന്നെ ഞാൻ സഹായിച്ചു. മുതലാളി, ആ നന്ദി എനിക്കെന്നുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുതലാളി. അതെ വാസു,
ഇക്കാര്യത്തിൽ നീ എന്നെ സഹായിക്കുമോ? തീർച്ചയായും എന്റെ ജീവൻ കളഞ്ഞു. എങ്കിൽ വാസു സുമതിയെ മറക്കണം. മുതലാളി, ബിന്ദു രമേശിന്റെ കുഞ്ഞാണ്. അതെനിക്കറിയാം. ബിന്ദു ഈ വീട്ടിലുണ്ടാകണമെങ്കിൽ സുമതി ഈ വീട്ടിൽ വന്നേ പറ്റൂ. മുതലാളി, അവർക്ക് നന്മ വരുന്നതിൽ വാസു സന്തോഷിക്കില്ലേ? അവളും കുഞ്ഞും സുഖമായിരിക്കല്ലേ വേണ്ടത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്. മരണവുമായി മത്സരിച്ചോടുന്ന ഒരപസ്മാരോഗിക്കാൾ എന്റെ സുമതിക്ക് യോജിക്കുക രമേശായിരിക്കും. ഞാൻ വഴിമാറിക്കൊടുത്തേ പറ്റൂ. മുതലാളി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തിന്? സുമതിയെ മറക്കാൻ. അമ്മേ, മോളെന്താ ഇത്രയും താമസിച്ചത്? നമ്മുടെ മുതലാളി എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയമ്മേ. എന്നിട്ട്? ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ തന്നമ്മേ. ഓഹോ, മാമൻ എന്തേ അമ്മേ? ഇപ്പൊ വരും മോളെ. മാമൻ എന്താമ്മേ വരാത്തത്? ആ, മോളിവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വാസുവേട്ടാ, വാസുവേട്ടാ. വാസുവേട്ടൻ? വാസു പോയി. ഞാൻ വാസുവേട്ടനെ തിരക്കി വന്നതാ. ഞാൻ പോകുന്നു മുതലാളി. സുമതി, ഇനി നീ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. രമേശൻ എല്ലാം എന്നോട് പറഞ്ഞു. ആ, അതേ മോളെ, ഇനി ഞാൻ നിനക്ക് മുതലാളിയല്ല. മനസ്സിലായില്ല. ബിന്ദു വളരേണ്ടത് ഈ വീട്ടിലല്ല. അല്ല, എന്തിനാ മോളെ ബിന്ദുവിന് അവളുടെ അച്ഛന്റെ സ്നേഹം നിഷേധിക്കുന്നത്? അവരുടെ അച്ഛൻ മരിച്ചുപോയി. സുമതി, മുതലാളിക്കറിയാമോ, അനാഥ ശവങ്ങൾ കുഴിച്ചിടുന്നിടത്താണ് എന്റെ ചേച്ചിയെ കുഴിച്ചിട്ടത്. നിന്റെ ദുഃഖം എനിക്കറിയാം. എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടെ? ബിന്ദുവിന്റെ അമ്മയായി രമേശ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമല്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മ എന്നിലുള്ളിടത്തോളം കാലം ഞാൻ ആ മനുഷ്യനെ വെറുക്കുന്നു. മോനെ, ഞാനെല്ലാം കേട്ടു വെച്ച സുമതി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി എനിക്ക് നടുു നിൽക്കാൻ ആഗ്രഹമില്ല. രമേശ്, ഞാൻ എന്നെ മടങ്ങുകയാണ്. മോനെ, എന്നോട് ക്ഷമിക്കു വെച്ച. മാമ വന്നില്ലേ മോളെ? വന്നിട്ട് പോയി. എന്നെ ഒരുപാട് ഉമ്മ വെച്ചു. ഇത് അമ്മയുടെ തരാൻ പറഞ്ഞു. ഞാൻ പോകുന്ന സുമതി, നിനക്ക് നന്മകൾ നേർന്നുകൊണ്ട്.